നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ, ഇതെന്റെ ബ്രദർ ആണ് എന്ന് പറഞ്ഞു. ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രമല്ല ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അമ്മ അതായത് ഈ AMMA സിനിമാ നടന്മാരുടെയും നടിമാരുടെയും കോടതി എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. വേറെ ഒന്നും കൊണ്ടല്ല, അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ, ലൈംഗിക ചൂഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഭാരവാഹികളുമായി ചർച്ച ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ പരിഹരിച്ച് തീർക്കണം എന്നുള്ള ഒരു വ്യവസ്ഥയൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് ഈ അമ്മ. കാരണം ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ പറഞ്ഞു തീർക്കണം, അത് പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്നൊക്കെ ഇപ്പം നടക്കുന്ന വിഷയത്തിനിടയ്ക്ക് ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയവും അങ്ങനെ കുറേ ആൾക്കാർ പറയുന്നതെല്ലാം കേട്ടു. ലക്ഷ്മിപ്രിയ തനിക്കെതിരെ വ്യാജ പരാതി തന്നെന്നും പറഞ്ഞ് മണിക്കൂറുകളോളം സ്റ്റേഷനിൽ നിർത്തി എന്നുള്ള പരാതിയെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് അൻസിബ മുമ്പോട്ട് വരുന്നത്. ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിച്ച സമയത്ത് മുൻ പ്രസിഡന്റ് ആയിരുന്ന ശ്വേതാ മേനോന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണം ഇല്ലാതിനെ തുടർന്നിട്ട് പുള്ളിക്കാരി അതിനകത്ത് രാജിവെച്ചിട്ട് മീഡിയയ്ക്ക് എല്ലാത്തിനും ഓരോ ബൈറ്റ്സ് എല്ലാം കൊടുത്തിട്ട് അമ്മയിൽ നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അഴിമതി മറ്റും തുറന്നടിച്ച് സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിലും ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ആളുടെ ക്യാരക്ടർ ഒരുവിധം ആളുകളെല്ലാം ബിഗ് ബോസ് കണ്ട സമയത്ത് മനസ്സിലാക്കിയെന്നാണ്. എവിടെ ഇന്നാലും ആൾക്ക് മെയിൻ ആവണം എന്നുള്ളൊരു ലൈനാണ്. ഇപ്പോൾ മരണ വീട്ടിൽ പോയാൽ ഡെഡ് ബോഡി എനിക്കാവണം, കല്യാണ വീട്ടിൽ പോയാൽ വധു എനിക്കാവണം, അങ്ങനെയുള്ള അങ്ങനൊരിത്, ഹൗസ് വാമിങ്ങിന് പോയാൽ ഞാനായിരിക്കണം ഓണർ, അങ്ങനെ ഒരു പുള്ളിക്കാരിയാണ് അത്. എവിടെ പോയാലും ഒന്ന് മെയിൻ ആവണം. അതിനാസ്പദമായ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കണ്ടു കാണും. പാട്ട് പാടുമ്പോഴാണെങ്കിലും സംഘനൃത്തം ചെയ്യുമ്പോഴാണെങ്കിലും എപ്പോഴും ഒരു മെയിൻ ആവലാണ് പുള്ളിക്കാരിക്ക്. എന്താണെങ്കിലും ഈ അടി കിട്ടിയത് നന്നായി. അൻസിബ വളരെ നന്നായിട്ട് കൃത്യമായ കാര്യങ്ങൾ വ്യക്തതയോട് കൂടിയാണ് സംസാരിക്കുന്നത്, വിത്ത് എവിഡൻസ്. ലാസ്റ്റായിട്ട് അവരുടെ വീഡിയോ കണ്ടത് ഒരു ഫയലും കൊണ്ടിട്ട് ആ അമ്മേൻ്റെ മീറ്റിങ്ങിനകത്തോട്ട് കയറി പോകുന്നു. ശേഷം നടന്നത് വലിയൊരു കൂട്ടരാജിയാണ്. സിനിമയെ പോലും പുള്ളിക്കാരിക്ക് ഇത്രയധികം അത്യുഗ്രനായിട്ടുള്ള ഒരു എൻട്രി, ഒരു മാസ് എൻട്രി, ഒരു ഹൈപ്പ് കിട്ടിക്കാണില്ല. കാരണം ഈ ഫയലും കൊണ്ട് അകത്തേക്ക് പോയി ഇറങ്ങി വന്നതിന് പിന്നാലെയുള്ള ആളുകളുടെ കൂട്ടരാജിയും മറ്റും അൻസിബയ്ക്ക് വല്ലാത്തൊരു ഹൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പുള്ളിക്കാരി സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടൊരു അക്ഷരത്തെറ്റ് പോലും ഇല്ലാതെ വളരെ വൃത്തിക്കാണ് പുള്ളിക്കാരി അത് അവതരിപ്പിക്കുന്നത്. എവിടെ എങ്ങനത്തെ കാര്യങ്ങൾ കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കണം എന്നുള്ള വ്യക്തത ആ പുള്ളിക്കാരിക്കുണ്ട്. പക്ഷേ ലക്ഷ്മിപ്രിയയ്ക്ക് അതൊന്നുമില്ല. വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലെയാണ്. വായി തോന്നി അങ്ങോട്ട് വിളിച്ചു പറഞ്ഞേക്കുക. അങ്ങനെ വായി തോന്നിയത് വിളിച്ചു പറയുന്ന ഒരു വീഡിയോ ആണ് ഈ വാർത്തയ്ക്കകത്ത് നമ്മൾ കാണുന്നത്. നടിമാരായ ലക്ഷ്മിപ്രിയക്കും ശ്വേതാ മേനോനുമെതിരെ അൻസിബ പോലീസിൽ പരാതി നൽകി. കാൻ ചാനൽ മീഡിയ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചു എന്നാണ് പരാതി. ഈ കാൻ ചാനൽ മീഡിയ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ അശ്ലീലവും വ്യാജവുമായ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അൻസിബ ഇപ്പോൾ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പ്രധാനമായും ലക്ഷ്മിപ്രിയ സത്യത്തിലൊരു അമ്മായി പരിവേഷമാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ സമയത്തേക്കും എന്തെങ്കിലും അങ്ങോട്ട് വിളിച്ചു പറഞ്ഞേക്കുക, അതങ്ങനെയാണോ, അവരിങ്ങനെയാണ്, അവരെക്കുറിച്ച് മോശം, അങ്ങ് മൊത്തത്തിൽ അങ്ങ് ഡിഗ്രേഡ് ചെയ്തേക്കുക. ഇവിടെ ഈ അൻസിബ ഈ ഫയലും കൊണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫയലും കൊണ്ട് കയറിപ്പോയ സമയത്ത് 67 ലക്ഷം രൂപയുടെ ക്രമക്കേട് വളരെയധികം വ്യക്തമായിട്ട് പുള്ളിക്കാരി കൃത്യമായ രേഖകൾ ഉൾപ്പെടെ അവിടെ അതാക്കി ആളുകളെ കാണിച്ചു കൊടുത്തിട്ട് അതിന് മറുപടി ഇല്ലാഞ്ഞിട്ടാണ് എല്ലാ ആൾക്കാരും കൂട്ടരാജി വെച്ച് പോയിട്ടുള്ളത്. മൊത്തത്തിൽ 18 രാജിയാണ് അന്നേ ദിവസം ഉണ്ടായിട്ടുള്ളത്. ഒരമ്മ വിധവയായി എന്ന് വേണമെങ്കിൽ പറയാം. ആൾക്കാരില്ലാത്ത, അംഗങ്ങളില്ലാത്ത ഒരു വിധവയായ അമ്മ. അല്ലെങ്കിലും ഇവരുടെയൊക്കെ ഒരു വിചാരം ഇവരാണ് കോടതി എന്നുള്ളതാണ്. പല കാര്യങ്ങളും ഇവർ തന്നെ പറയുന്നുണ്ട്. അമ്മയ്ക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അമ്മയ്ക്കകത്ത് തന്നെ തീർക്കണം. അപ്പോൾ ഈ നാട്ടിലെ കോടതിയും കാര്യങ്ങളൊക്കെ മറ്റും വെറുതെ നോക്കുകുത്തികളാണോ? അമ്മയ്ക്കകത്ത് പ്രശ്നങ്ങളെല്ലാം അമ്മയ്ക്കകത്ത് കൊണ്ടുപോയി തീർക്കുകയാണെങ്കിൽ പിന്നെ കോടതിയുടെ ആവശ്യം എന്താണ്? ആളുകൾക്ക് നീതിയും അവകാശവും നിഷേധിക്കപ്പെടുന്ന സമയത്ത് ആളുകൾ കൊണ്ടത് കോടതിക്കകത്തോട്ട്, അല്ലാണ്ട് അമ്മയ്ക്കകത്ത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെ അടുത്തോട്ടും പ്രസിഡന്റിൻ്റെ അടുത്തോട്ടും അല്ല പോകേണ്ടത്. ഇതാണ് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. സിനിമാ നടന്മാരാണ്, അത്യാവശ്യം സ്റ്റാറ്റസ് ഉണ്ട്, കുറേ പണമുണ്ട്, ഒരു സംഘടന ഉണ്ട് എന്ന് കരുതിയാൽ ഒരു സ്ത്രീ നേരിടുന്ന ലൈംഗിക അതിക്രമം ഉൾപ്പെടെ മറ്റെല്ലാ കാര്യങ്ങളും അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്കകത്ത് തന്നെ വെച്ചിട്ട് തീർപ്പാക്കപ്പെടണം എന്നുള്ളത് അവരുടെ ദുശാഠ്യമാണ്. അമ്മയ്ക്കകത്തല്ല. ഒരു സ്ത്രീക്കെതിരെ ലൈംഗിക അതിക്രമമോ ആരോപണമോ മറ്റോ എന്തെങ്കിലും തട്ടിപ്പോ ഉണ്ടെങ്കിൽ പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലും കോടതിയിലുമാണ്. അപ്പം നമ്മുടെ കൂട്ടത്തിലെ വൃത്തികേടുകളും മറ്റും സമൂഹത്തിന് പുറത്തോട്ട് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം അമ്മയ്ക്കകത്ത് തന്നെ തീർക്കണം എന്നുള്ളൊരു വാശി. ആ മുറിയിൽ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് ആ വീഡിയോയിൽ പല കാര്യങ്ങളും ലക്ഷ്മിപ്രിയ വെളിപ്പെടുത്തുന്നത്. ഒരു മുറിയിൽ താൻ അൻസിബയ്ക്കൊപ്പം താമസിച്ചിരുന്നു. ആ സമയത്ത് അൻസിബയ്ക്കൊപ്പം മറ്റൊരു പുരുഷനെ ആ മുറിയിൽ കണ്ടിരുന്നു. ഇത്തരത്തിലുള്ള വ്യാജമായ അല്ലെങ്കിൽ അശ്ലീലം പരത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കരുത്. അൻസിബ ഒരു മദ്യപാനിയാണ്, അതിന്റെ ബില്ല് കൊടുത്തത് താനാണ് എന്നുള്ള തരത്തിലെല്ലാം ലക്ഷ്മിപ്രിയ ആ ഇൻസ്റ്റാഗ്രാം പേജിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ രാത്രി ഹോട്ടൽ മുറിയിൽ മിഥിലാജ് എന്ന ആളുമായി അൻസിബ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള കഥകളെല്ലാം തന്നെ ലക്ഷ്മിപ്രിയ ഈ ഇൻസ്റ്റാഗ്രാം ശരി ഷീന, താങ്ക് യു. അല്ലെങ്കിലും എന്തിനാണ് ഈ അനാവശ്യം പറയുന്നത്? കള്ളു കുടിക്കുന്നതൊക്കെ ഒരു തെറ്റാണ്. ഇപ്പോൾ പ്രായപൂർത്തി ഒരു സ്ത്രീയുടെ കൂടെ ഒരു പുരുഷൻ റൂമിലുണ്ട് എന്ന് കരുതി എന്താണ് പ്രശ്നം? പിന്നെ ബില്ലടച്ചത് അത് നിങ്ങൾക്ക് വലിയ ബാധ്യതയാണെന്നുണ്ടെങ്കിൽ നിന്റെ പൈസ ഞാനാണ് കൊടുത്തത്, ആ പണം എനിക്ക് തിരിച്ചെന്നേക്ക് പറഞ്ഞ് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതും ഇപ്പം നടക്കുന്ന സംഭവങ്ങളായിട്ട് എന്താണ് ബന്ധം? അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്.
അൻസിബ മാരീഡ് അല്ല, അവരുടെ കൂടെ ഒരു പുരുഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു റൂമിൽ ഒരു പുരുഷൻ കൂടെ നിന്നു എന്ന് കരുതിയിട്ട് എല്ലാം നമുക്ക് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റത്തൊന്നുമില്ല. ബ്രദറോ വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, ഇനിയിപ്പോൾ ലവറോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അതും ഇതൊക്കെ ആയിട്ട് എന്താണ് ബന്ധം? അവർ മദ്യപിക്കാതിരിക്കുകയും ചെയ്യട്ടെ, അത് അവരുടെ വ്യക്തിപരമായ താല്പര്യം. പക്ഷേ അൻസിബേനെ കണ്ടുകൊടുത്തോളം മനസ്സിലാക്കി കൊടുത്തോളം പുള്ളിക്കാരി അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുക. ബിഗ് ബോസ് ഉള്ള കാലം തൊട്ട് സിനിമ ഇൻഡസ്ട്രിയിലുള്ള സമയത്തും ന്യൂസ് ചാനൽ കൊടുക്കുന്ന ബൈറ്റ്സ് ആവട്ടെ, എല്ലാ കാര്യങ്ങളും അത്യാവശ്യത്തിന് ഒരു ക്വാളിറ്റി, പേഴ്സണാലിറ്റിയിൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഒരു ക്വാളിറ്റി നിലനിർത്തി പോകുന്ന ഒരു വ്യക്തിയാണ്. അവർ പറയുന്ന സംസാരമാണെങ്കിലും ഒരാളെയും ഡീഫെയിം ചെയ്തിട്ട് ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ അനാവശ്യമായ ആരോപണങ്ങൾ ഇന്നേ വരെ അൻസിബ ആർക്കെതിരെ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ട് അഴിച്ചുവിടുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ലക്ഷ്മിപ്രിയ അങ്ങനെയല്ല. ഇപ്പം പുള്ളിക്കാരിക്കെതിരെ ഒരുപാട് നെഗറ്റീവ് വന്നതുകൊണ്ട് തന്നെ അൻസിബ ഒരു മദ്യപാനിയാണ്, കണ്ട ആണുങ്ങൾ കൂടെ അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നെന്ന് കാണിക്കാൻ വേണ്ടി വെറുതെ തന്നെ ചുമ്മാ അങ്ങോട്ട് ആ പുള്ളിക്കാരിനെ കുറിച്ചിട്ട് അങ്ങോട്ട് അനാവശ്യം പറഞ്ഞേക്കാണ്. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ നോക്കണേ. ലക്ഷ്മിപ്രിയയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് കോടതിയിൽ തെളിയിക്കുക. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഇതുമില്ലാത്ത ആരോപണങ്ങൾ ഇങ്ങനെ അഴിച്ചുവിട്ടിട്ട് സ്വന്തം പെടലേക്ക് വീണ്ടും വീണ്ടും കേസ് വിളിച്ചു വരുത്താൻ എന്താണ് ഇത്ര ശുഷ്കാന്തി? ഇനി ലക്ഷ്മിപ്രിയ നേരിട്ട് ഈ വിവാദങ്ങൾ പുള്ളിക്കാരിന്റെ വായ കൊണ്ട് തന്നെ ആ ഒരു ഓൺലൈൻ മീഡിയക്കകത്ത് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അൻസിബ ഹസന് ഞാൻ മദ്യം വാങ്ങി കൊടുത്തിട്ടുണ്ട്. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആള് വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ ഇതെന്റെ ബ്രദറാണ് എന്ന് പറഞ്ഞു. ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രമല്ല ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ 7 സ്റ്റാർ ഹോട്ടലിൽ വരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല. മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്, അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. ഒന്നാമത്തെ പോയിന്റ്, അതെന്തിനാണ് അൻസിബ തെളിയിക്കേണ്ട ആവശ്യം? കാരണം അൻസിബ ഇപ്പോൾ ഒരു കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇനി നിങ്ങളാണ് അത് തെളിയിക്കേണ്ടത്. ഇന്നേ ദിവസം അൻസിബയ്ക്കൊപ്പം റൂമിൽ മറ്റൊരു പുരുഷനുണ്ടായിരുന്നു, നിങ്ങൾ അവർക്ക് മദ്യം മേടിച്ചു കൊടുത്തു, ആ ബില്ല് കൊടുത്തത് നിങ്ങളാണ്. ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അന്നേ ദിവസത്തെ ബില്ലും കാര്യങ്ങളും ഒന്നെങ്കിൽ അവിടെ മറ്റേ ഡിജിറ്റൽ ആണെങ്കിൽ ബാറിൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവും, അതല്ലെങ്കിൽ CCTV ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമല്ലേ, അല്ലാണ്ട് കാട്ടുമുക്കിലൊന്നും അല്ലല്ലോ. അവിടെയൊക്കെ പോയാൽ കാണാമല്ലോ മുഖം മറച്ച് വരുന്നതും മുഖം മറച്ച് പോകുന്നതും ബില്ല് കൊടുക്കുന്നതും ഇരുന്ന് വെള്ളം അടിക്കുന്നതും എല്ലാ കാര്യങ്ങളും. എന്തിനാണ് സ്ത്രീയെ ഇങ്ങനെ വായിക്ക് വന്നത്? വെറുതെ ഇങ്ങനെ അനാവശ്യമായിട്ട് വിളിച്ചറിയുന്നത്. വിത്ത് എവിഡൻസ് നിങ്ങൾ വന്നിട്ട് ഇതാ എന്നിവ CCTV ക്യാമറ ഇതാണ്, CCTV ഫുട്ടേജ് ഇതാ, ബില്ല് ഞാൻ അടച്ച ബില്ല് ഇതാ. അപ്പോൾ അവരിങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആൾക്കാർക്ക് വിശ്വസിക്കാനെങ്കിലും ആ സ്ത്രീ അങ്ങനെയൊക്കെയാണ്. പക്ഷേ നിങ്ങൾ ഈ അനാവശ്യമായി പടച്ചു വിടുന്ന വിവാദങ്ങളും ഇപ്പം നടക്കുന്ന കാര്യങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? അൻസിബ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അവർക്കെതിരെ വ്യാജ പരാതി കൊടുത്തു, അവരുടെ സ്റ്റേഷനിൽ ഇത്ര മണിക്കൂറോളം നിർത്തി ബുദ്ധിമുട്ടിച്ചു, ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി അവരെ അധിക്ഷേപിച്ചു, വർഗീയപരമായി ആക്ഷേപിച്ചു. ഈ വക കാര്യങ്ങളൊക്കെയാണ് അൻസിബ മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ അതിനെതിരെ സംസാരിക്കും. അതുകൂടാതെ അമ്മയിലെ കൂട്ടരാജി, പോരാത്തതിൽ അതിനകത്ത് നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ, പിന്നെ ഏതോ വേദി കിട്ടാത്ത കലാകാരന്മാരെ പാട്ട് പാടിക്കാമെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് പേരും കൊടുത്തിട്ട് അവർക്ക് അവസരം നിഷേധിച്ച് നിങ്ങളെല്ലാവരും തന്നെ മെയിനായി പാട്ട് പാടിയെന്നോ പ്രോഗ്രാം അവതരിപ്പിച്ചെന്നോ ചെറിയ കലാകാരന്മാർക്ക് അവസരം കിട്ടാത്ത കലാകാരന്മാർക്ക് ഹൃദയം പൊട്ടിയെന്നോ വിഷമായെന്നൊക്കെ അൻസിബ പറയുന്നുണ്ട്. നിങ്ങൾ അത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് മറുപടി കൊടുക്കൂ. അതല്ലാതെ അൻസിബേൻ്റെ പേഴ്സണൽ സ്പേസിലോട്ട് ഇടിച്ച് കയറല്ലേ. ഇപ്പോൾ ഒരു റൂമിനകത്ത് ഹോട്ടലാവട്ടെ, ലോഡ്ജ് ആവട്ടെ, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആവട്ടെ, അവരുടെ സ്വന്തം വീടാവട്ടെ, പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണ്, അവർക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ല, അവർക്ക് താല്പര്യമുള്ള ഒരു പുരുഷൻ അവരുടെ കൂടെ ഒരു ദിവസം നിന്നു എന്ന് കരുതി എല്ലാം മോശമായ രീതിയിൽ ചിത്രീകരിക്കേണ്ട കാര്യമില്ല. പിന്നെ ആധാർ കാർഡും മറ്റും ചോദിക്കേണ്ട അവകാശം നിങ്ങൾക്കില്ല. നിങ്ങൾ പോലീസോ ഡിറ്റക്റ്റീവോ ഒന്നുമല്ല. ഇനിയിപ്പം അറിയാൻ വേണ്ടി ചോദിച്ചതാണെങ്കിലും അവിടെ ആധാർ കാർഡിൻ്റെ ആവശ്യമില്ല. ഇത് ആരാണ് എന്താ നിങ്ങൾക്ക് അന്വേഷിച്ച് പോവാം. ഇനി നിങ്ങൾക്ക് അവിടെ വേറെ ഏതെങ്കിലും രീതിയിലൊരു അനാശാസ്യം നടക്കുന്നുണ്ടെങ്കിൽ ലീഗലി മൂവ് ചെയ്യായിരുന്നു, എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തില്ല? അങ്ങനെ കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് ഇട്ട് തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിനൊന്നും ഉത്തരമില്ല. ഇതൊക്കെ അവർ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇനി പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊണ്ട് പോയിട്ടുണ്ട്. ഇനി ഈ കാര്യങ്ങളെല്ലാം തെളിയിക്കേണ്ടത് നിങ്ങളാണ്.
ഈ അപവാദങ്ങൾ ഇങ്ങനെ പടച്ചുവിടാനും ഒരു പ്രത്യേക കഴിവ് വേണം. അത് ലക്ഷ്മിപ്രിയയ്ക്ക് ആവോളം ഉണ്ട് എന്നുള്ളത് പുള്ളിക്കാരി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രായപൂർത്തിയായ രണ്ടാൾക്കാർ ഒരു റൂമിൽ ഒരുമിച്ചിരിക്കുക, അത് അവരുടെ റൂമിൽ ഒരുമിച്ചിരിക്കുന്നതൊന്നും വലിയ വിഷയമേ അല്ല. അത് ചെകഞ്ഞ് അന്വേഷിച്ച് പോകുന്ന നിങ്ങളാണ് സദാചാരവാദി. 2026 ഈ വക പരിപാടി കാണിക്കാൻ നാണോ ഇല്ല സ്ത്രീയെ നിങ്ങളോട് ആൾക്കാർ ചോദിക്കും. മദ്യപിക്കുന്നൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ, അതൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞു. പിന്നെ ഇവരിപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് കാര്യമുള്ളത്? വെറുതെ ആ സ്ത്രീനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് പറയും. പെണ്ണുങ്ങളും തമ്മിൽ അടിച്ച് പിരിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കറിയുന്ന രഹസ്യം മറ്റൊരാൾ വിളിച്ചു പറയില്ല. ആ പരിപാടി തന്നെ ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് തന്നെ അറിയില്ല. സത്യമുള്ള കാര്യമാണെങ്കിൽ അൻസിബയ്ക്ക് പോയി പരാതി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൽ എന്തൊക്കെയോ സത്യക്കേടുകൾ ഉള്ളതുകൊണ്ടാണ് അൻസിബ നേരിട്ട് പോയി പരാതി കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു പരാതിയും കൊണ്ട് പോട്ടെ. ഇനി ഇവർക്ക് പറയാനുള്ള മറുപടിയൊക്കെ ഇവർ കോടതി പോയി പറയട്ടെ. ഇവരെ സഹിക്കാനൊരു പ്രത്യേക കഴിവാണ് കേട്ടോ. ഇവരെങ്ങനെ ഇത്രയും കാലം അതിനകത്ത് പിടിച്ചു നിന്നു അറിയില്ല. ഇവരെങ്ങനെ അത്രയും കാലം അതിൽ അംഗങ്ങൾ സഹിച്ചു എന്നും അറിയില്ല. നാക്കിന് വലിയ നീളമുണ്ട്, പക്ഷേ പറയുന്നതും കാര്യങ്ങളൊന്നും വ്യക്തമായ കഴമ്പോ കാര്യങ്ങളോ അർത്ഥമൊന്നുമില്ല. അങ്ങോട്ട് ചെളി വാരി എറിഞ്ഞേക്കുക, അത് തന്നെ മെയിൻ പരിപാടി. എന്തെങ്കിലും അങ്ങ് വിളിച്ച് പറയുക, ആളുകളെ നാണം കെടുത്തുക, അത്ര തന്നെ.